ഹായ് ഫ്രണ്ട്സ്, റെഡി ടു ഫ്ലൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നുള്ളത് തിരുവനന്തപുരം കേശവദാസപുരം ചന്തുവേട്ടൻ്റെ ലോഫിലാണ് നമ്മളിന്നുള്ളത്. അപ്പോൾ ചാമ്പ ലൈനും ഒരുപാട് ഓൾഡ് ലൈനേജ് പ്രാവുകൾ, അതായത് ഒത്തിരി ഒരു 10-20-25 വർഷം അതിന് മുമ്പോട്ടുള്ള ലൈനേജ് പ്രാവുകളും പുള്ളി പല സ്ഥലത്തു നിന്നായിട്ട് വളരെ റിസ്ക് എടുത്ത് കൊണ്ടുവന്ന് അതിനെ വെച്ച് മിക്സ് ചെയ്ത് പല പല വേരിയൻ്റായിട്ട്, അതായത് ഓരോ രീതിയിലായിട്ട് മിക്സ് ചെയ്ത് അവരുടേതായ ഒരു ലൈൻ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രാവുകൾ പല സ്ഥലത്തും സുഹൃത്തുക്കളെല്ലാം കൊടുത്ത് നല്ല ടൈം അത്യാവശ്യം പറപ്പിച്ച ഒരു വ്യക്തിയാണ് ചന്തുവേട്ടൻ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ചന്തുവേട്ടൻ്റെ പറ വിശേഷങ്ങളെക്കുറിച്ച് കാണാനും നിങ്ങൾക്ക് കാണിച്ചു തരാനും വേണ്ടിയിട്ടാണ് ഞാനപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ചന്തുവേട്ടൻ്റെ അടുത്ത് വിശേഷങ്ങളെക്കുറിച്ച് ചോദിക്കാം. ചന്തുവേട്ടൻ ഉണ്ട്. ചന്തുവേട്ട, അപ്പോൾ നമുക്ക് ചന്തുവേട്ടൻ്റെ വിശേഷങ്ങളെക്കുറിച്ച് നോക്കാം. അപ്പോൾ ചന്തുവേട്ട, കുറേ നാളായി ഇങ്ങോട്ട് വരണമെന്ന് ഞാൻ വിചാരിക്കുന്നു, പക്ഷേ നടക്കില്ല. നമുക്ക് വർക്കിൻ്റെ തിരക്കാണ്. എനിക്ക് ടൈം ഉള്ളപ്പോൾ നിങ്ങൾക്ക് ടൈം കിട്ടും, നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ എനിക്ക് വരാൻ സമയം കിട്ടും. അപ്പോൾ ഇന്ന് രണ്ടും ഒത്തൊരു ദിവസമാണ്, അതുകൊണ്ടാണ് പിന്നെ നേരത്തെ ഇങ്ങോട്ട് ഇറങ്ങിയത്. ചേട്ടാ എത്ര വർഷമായി? 25 വർഷമായിട്ട്. 25 വർഷം കൊണ്ട് പ്രാവ് വളർത്തുന്നതാണ്. അതിൽ ഏതൊക്കെ ലൈനേജ് പ്രാവുകൾ ചേട്ടാ എങ്ങനെയെല്ലാം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്? എനിക്കിവിടെ ഏറ്റവും കൂടുതൽ ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നത് ഏറ്റവും ഇഷ്ടം കാശ്മീരി ചാമ്പ ലൈനാണ്. പഴയ ലൈനേജ്. ഇപ്പോഴ് അതെല്ലാം മിക്സ് ചെയ്ത് കലഞ്ഞിട്ടുള്ള ചാമ്പകളാണ് പലരേലും കിടക്കുന്നത്. പക്ഷെ നമ്മൾ ഇപ്പോഴും പഴയ ആ ഓൾഡ് ലൈനേജ് കീപ്പ് ചെയ്യും. അതുകൊണ്ട് അധികം ടൈം അല്ല നമ്മുടെ ലക്ഷ്യം. ഒരു പ്രാവ്, അവരെ വീട്ടിലുള്ള പ്രാവ് അവിടെ പറന്ന് അവരെ വീട്ടിൽ തന്നെ ഇറങ്ങണം. അതാണ് നമ്മുടെ. ചിലപ്പോൾ അത് 13 മണിക്കൂർ പറക്കാം, 14 പറക്കാം, ചിലപ്പോൾ അത് 8 മണിക്കൂർ പറക്കാം. പക്ഷെ ആ പ്രാവിന് അറിവ് എന്ന് പറയുന്ന കാര്യം അത് പക്കായിരിക്കണം. അറിവെന്ന് പറയുന്നത്, നമ്മള് കാശ് കൊടുത്ത് ഒരാളെ നിന്ന് പ്രാവ് വാങ്ങി നമ്മൾ കൊണ്ടുവന്നാൽ, അല്ലെങ്കിൽ നമ്മളെന്ന് ഒരാള് പറത്താൻ വേണ്ടി കുഞ്ഞു കൊണ്ടുപോയാൽ ഏറ്റവും നോക്കുന്നത് ചിലപ്പോൾ അവരുടെ ടൈം ആയിരിക്കത്തില്ല. പഴയ ആൾക്കാരുടെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അവർക്ക് ടൈം അല്ല പ്രശ്നം. അവരെ പ്രാവ് പറന്നാൽ അവരെ വീട്ടിൽ തിരിച്ചു വരണം. അതിനെ വേറെ ഒന്നും ദൈവത്തിന്റെ ഇതുകൊണ്ട് വേറെ വൈരിയോ സംഭവിച്ചില്ലെങ്കിൽ നമ്മൾ വിട്ട പ്രാവ് കറക്റ്റ് തിരിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ വന്ന് ഇറങ്ങുന്നതാണ്. അതാണ് നമുക്ക് സന്തോഷം. ടൈം അല്ല നോക്കുന്നത്. എന്റെ ഒരു കാഴ്ചപ്പാടാണ്. തീർച്ചയായിട്ടും ആ രീതിയിലുള്ള ലൈനേജ് മാത്രം ഞാൻ സെറ്റ് ചെയ്യുന്നത്. പിന്നെ എന്റെ ജോലിയുടെ കാര്യമായ ഇത് കാരണത്താൽ എന്റെ വീട്ടിലൊരു ടൈം ഞാൻ കുറിച്ചിട്ട് എൻ്റെ സുഹൃത്തുക്കളും വേണ്ടപ്പെട്ടവർ വരുന്നവർക്ക് നമ്മൾ കുഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് നല്ല ടൈം പറഞ്ഞു. ഈ കഴിഞ്ഞ പറവേലും 14:37 ശ്രീകാര്യം പറവേല് കുഞ്ഞു കൊണ്ടുപോയി പറത്തിയിട്ടുണ്ട്. 14:37 ഈ കഴിഞ്ഞ പറവേല്, അതായത് ഈ വർഷത്തെ ടൂർണമെന്റിൽ ശ്രീകാര്യത്തിൽ തന്നെ ചേട്ടൻ്റെ ഫ്രണ്ട്സിന് കൊടുത്ത പ്രാവല്ലേ? 14:37 പറപ്പിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കത് ഞാനൊരു വിലക്കല്ല കൊടുത്തത്. മനസ്സിലായി. അതായത് സ്നേഹബന്ധത്തിന്റെ അകത്ത് കൊടുത്തു. അവരത് പറത്തി. അവരുടെ കയ്യിൽ വേറെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു എങ്കിൽ പോലും അവർക്ക് പറവയ്ക്ക് ആ ഇതിനകത്ത് സീൽ വയ്ക്കാൻ പറ്റിയത് നമ്മുടെ അതില് ഒരു കുഞ്ഞ് 14, മറ്റേത് 13:47 ഒരു കുഞ്ഞ്. രണ്ടും ഒരു പറവയിൽ തന്നെ പറഞ്ഞാണ്. രണ്ടും ഒരൊറ്റ പറവയില് രണ്ട് കുഞ്ഞിനെയാണ് അവർ കൊണ്ടുപോയത്. അതില് ഒരു കുഞ്ഞ് ആദ്യം കൊണ്ടുപോയി. അത് കഴിഞ്ഞ് അതിനെ പറപ്പിച്ച് സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. അടുത്ത പറവയ്ക്ക് നമ്മുടെ കുഞ്ഞ് ഇത് തന്നെയാണ്. അവർക്ക് വീണ്ടും താല്പര്യപ്പെട്ട് വീണ്ടും വന്നു. അങ്ങനെ രണ്ട് കുഞ്ഞുങ്ങളെ തന്നെയാണ് അവർ വിട്ടത്. അതില് വെച്ച് മറ്റേതാണ് ടൈം കൂടുതൽ കിട്ടിയത്. ആദ്യം കൊണ്ടുപോയ കുഞ്ഞ് ടൈം കൂടുതൽ കഴിഞ്ഞാൽ അത് നേരത്തെ പറപ്പിച്ച് സെറ്റ് ചെയ്ത് മറ്റേതിനെ ബൈ സപ്പോർട്ട് വിട്ടു കൊടുത്തു. ഈ പ്രാവശ്യം അവരെ ഓട്ടിച്ച് അതിന്റെ കൂടെ കയറ്റി വിട്ടു കൊടുത്ത് അത് ടൈമായി. അങ്ങനെ എന്റെ ഉള്ളതെല്ലാം ചാമ്പ ലൈനേജാണ്. ബാക്കി പലരെ നാലിട്ട് കൊണ്ടുവന്ന വെള്ള ലൈനേജ്
വെളിയിൽ നിന്ന് കൊണ്ടുവന്ന് ഇതിൽ മിക്സ് ചെയ്ത് പറവ കൂടുതൽ കിട്ടാൻ വേണ്ടി അതായത് ഉടച്ചെടുത്ത് അത് എല്ലാവർക്കും പിന്നെ അവർക്ക് കുഞ്ഞുങ്ങളെ വേണമെന്ന് പറയുന്നത് ചാമ്പ ലൈനേജിൽ ഒട്ടിച്ച് അവർക്ക് വെള്ളയിൽ പ്രാവ് വേണം. അതാണ് അവർക്ക് നൈറ്റ് കയറി പോകുമ്പോഴേക്കും കാണിച്ചു കൊടുക്കാനും. ഇരുണ്ട പ്രാവ് രാത്രിയത്തേക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് പലരും അഭിപ്രായം പറഞ്ഞ് എനിക്ക് വെള്ള ഒരു 15 വർഷമായിട്ടാണ് അത്. 25 കൊല്ലം കൊണ്ട് നമ്മളതിൽ ഇരുണ്ട പ്രാവുകൾ ഉണ്ടെങ്കിലും ജാക്ക് വഴിയും ചാമ്പ വഴിയാണ് കൂടുതൽ മിക്സ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെയാണ് അതിലെ വെള്ള കയറ്റി ക്രോസ് ചെയ്ത് പറവ ടൈം കൂടുതൽ വേണ്ടി അറിവും സമയവും കൂടുതൽ കിട്ടാൻ വേണ്ടി വെള്ള പ്രാവ് മിക്സ് ചെയ്തത്. എനിക്ക് പറയാനുള്ളത്, ചന്ദ്രേട്ടനെ എനിക്കൊരു ഏകദേശം ഒരു 10 വർഷത്തിനകത്താവും അല്ലേ, 10 വർഷം ഏകദേശം ആവും ഞാനും ചന്ദ്രേട്ടനുമായിട്ടുള്ള പരിചയമായിട്ട്. പക്ഷേ മിക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രേട്ടൻ നേരത്തെ പറഞ്ഞ കണക്ക് ചന്ദ്രേട്ടൻ്റെ ലൈൻ പ്രാവുകളെ ഞാൻ പറത്തിയിട്ടുണ്ട്. എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് പ്രാവ് തന്നിട്ടുണ്ട്, ഞാൻ പറത്തിയിട്ടുണ്ട്. അപ്പം പ്രാവിൽ എന്തെങ്കിലും പറവയിൽ തന്നെ. പിന്നെ ഇതിൽ പറയേണ്ട വേറൊരു കാര്യമുണ്ട്, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നൊരു വ്യക്തിയാണ് ചന്ദ്രേട്ടൻ. എൻ്റെ ഒരു ആശാന പോലെയാണ്. ആശാന പോലെയെന്നല്ല, അത്രയും കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നെയാണ്. അപ്പം ആ ഒരു ഇതുകൂടെ എനിക്കുണ്ട് പുള്ളിയുടെ അടുത്ത്. ഒരുപാട് കാര്യങ്ങൾ, അതായത് ഞാൻ ടൈം വയ്ക്കുന്ന, അതായത് ഞാൻ പന്തയം പറത്തി എനിക്ക് ആ സമയത്ത് ഞാൻ ടൂർണമെൻറ്റ് വിടുന്ന സമയത്ത് ചില വിഷയങ്ങളുണ്ട്. അതായത് ഒരു 12 മണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്കും പ്രാവ് വേറെ ഒരു വെട്ട് വീണ് അങ്ങനെ ഇറക്കേണ്ടി വന്നു. അതായത് നമുക്ക് പണി കിട്ടിയതാണത്. അതൊന്നും ഞാൻ ഈ വിഷയം പറയുന്നില്ല. അപ്പോൾ അതിൽ ഒരുപാട് എനിക്ക് വിഷയം അന്ന് ആ ഒരു സമയത്തൊക്കെ ഹെൽപ്പ് കൂടുതലും ചന്ദ്രേട്ടൻ്റെ ഹെൽപ്പ് ഉണ്ടായിരുന്നിട്ടുണ്ട്. പിന്നെ ഉടയ്പ്പെന്ന് പറഞ്ഞാൽ മിക്സിങ്ങിൽ കാലം, അത് നമ്മൾ പറയാതിരിക്കാൻ പറ്റൂല. മിക്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചന്ദ്രേട്ടൻ്റെ പ്രാവ് നമ്മൾ കാണിച്ചു തരണമുണ്ട്. ലോഫ്റ്റ് കിടപ്പുണ്ട്. ഐസൈന് ഏത് ഐസൈന് എങ്ങനെ ഏത് ലെവലിൽ വെക്കണം, എങ്ങനെ വെച്ചാൽ ഏതൊക്കെ ലെവലിൽ പ്രാവിനെ കൊണ്ടുപോകാം എന്നുള്ളതൊക്കെ ഒരു സെറ്റപ്പ് ചന്ദ്രേട്ടൻ്റെ മിക്സിങ് ഉണ്ട്. കാര്യം എനിക്ക് നല്ലതായിട്ട് അറിയാമെന്നുള്ളതാണ്. അപ്പം ചാമ്പ ലൈനാണ് പുള്ളിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത്. ചാമ്പ, അതായത് സബ്ജ, കത്തങ്ങ, ചാമ്പ വർഗ്ഗം പ്രാവുകൾ. അപ്പോൾ എടുത്ത് പറയേണ്ട വളർത്തുകാർക്കെല്ലാം അറിയാമെന്നുള്ളതാണ്. ഇനി ചാമ്പ വർഗ്ഗം പ്രാവിൻ്റെ ബാക്കി ഡീറ്റെയിൽ നിങ്ങൾ തന്നെ പറയും. ചാമ്പ ഞാനിത് ആദ്യം കൊണ്ടുവരുന്നത് ശ്രീനിവാസാന്റെ മകൻ. അതല്ല മറ്റേ പുള്ളി ഉള്ള കാലത്ത് ശ്രീനിവാസ ഉള്ള സമയത്തെ പ്രാവ് നമ്മളതിലുണ്ടെങ്കിലും നമുക്ക് അവരുടെ ലൈനേജ് ഒരെണ്ണം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അവരുടെ കയ്യിൽ നിന്ന് നേരിട്ട് നമുക്ക് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. നമുക്കിവിടെ ശ്രീകാര്യത്ത് ഇപ്പം മരിച്ചുപോയി ജാഫർ കാക്കയിൽ നിന്നാണ് എനിക്ക് ആദ്യമായി അവരുടെ ലൈനേജ് പ്രാവ് നമുക്ക് കിട്ടുന്നത്. ഒരു 24 വർഷം, ഞാൻ 25 വർഷം തുടങ്ങിയെങ്കിലും ആദ്യം നമുക്ക് നമ്മുടെ കയ്യിൽ ആ ലൈനേജ് കിട്ടിയിട്ടില്ല. വേട്ട അശോകന്റെ എന്നൊരു പെട കിട്ടി, ജാഫർ കാക്കര എന്നൊരു മെയില് കിട്ടി. പക്ഷെ രണ്ടും തനി ബ്രീഡ്, രണ്ടും തനി ചാമ്പ ലൈനേജ്. ഒന്ന് കത്തങ്ങ വഴിയുള്ള പുള്ളി കത്തങ്ങ വഴിയും, ഈ ഫീമെയിൽ വന്നിട്ട് കാശ്മീരി ലൈനേജ്. അതായിരുന്നു എനിക്ക് ആദ്യം കിട്ടിയ 2 ചാമ്പ വർഗത്തിൽ ആദ്യമാദ്യം കിട്ടിയത്. കത്തങ്ങ നമ്മൾ പറയുന്ന മഷിപ്പുള്ളി. അതിനകത്ത് എല്ലാ കളറും, സബ്ജയുടെ ഉണ്ട്, വെള്ളവംശമുണ്ട്, ജാക്ക് വംശമുണ്ട്, അങ്ങനെ എല്ലാം കൂടെ ചേർന്ന ഒരു മിക്സ്. ഞാനത് ഈ വീഡിയോയിൽ ആ ഒരു ലൈനേജ് കാണിക്കാം. അത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പഴയ ലൈനേജിൻ്റെ മകൻ്റെ ഒരു 3 ജനറേഷൻ കഴിഞ്ഞതാണ്. പക്ഷെ എന്നാലും നമുക്ക് ആ ലൈൻ ഞാൻ അതിൻ്റെ വീഡിയോയിൽ അത് നമുക്ക് കാണിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഈ പെടവർഗത്തിലും കാശ്മീരിയിൽ പച്ചക്കണ്ണ് ലൈനേജിൽ കിട്ടിയ ഒരു പ്രാവ്, അതിൻ്റെയും ഒരു 3 ജനറേഷൻ കഴിഞ്ഞ് പഴയതെല്ലാം എൻ്റേത് ചത്തുപോയി. കുറേ പ്രാവുകൾ ചത്തുപോയി. പക്ഷേ ഇപ്പോഴും ഞാൻ ആ ലൈനേജ്, ആ കിട്ടിയ ആ ജെൻസ് അതൊന്നും ഉടഞ്ഞു പോവാതെ അത് തനി ഇതിലാണ് ഇരിക്കുന്നത്. ഞാൻ മെയിൽ വന്നിട്ട് മഞ്ചക്കണ്ണിൽ, ആൺപ്രാവ് വന്നിട്ട് മഞ്ചക്കണ്ണ് ലൈനേജ് കത്തങ്ങ വംശം. ആ കണ്ണില് തനി മഞ്ചക്കണ്ണ്. ഫീമെയിൽ വന്നിട്ട്
പച്ച ലൈനേജ് കയറി ചോരക്കണ്ണ്. ആ പ്രാവിനെ ഞാനത് വീഡിയോയിൽ അത് പ്രത്യേകമായി കാണിച്ചു തരും. അതിൽ നിന്ന് തുടങ്ങി അതാണ് സുറുമ, ചുവപ്പ് സുറുമയിലോട്ട് പോയി, പിന്നെ ആ വംശം, പിന്നെയാണ് ഈ പുതിയ കാലഘട്ടങ്ങളിൽ വന്നപ്പോഴേക്കും പറവയോട് കൂടുതൽ ആൾക്കാർ അവർക്ക് പറക്കണം. ഈ പറഞ്ഞ 13 മണിക്കൂറായിരുന്നു നമ്മുടെ പഴയ ടൈം കിട്ടുന്നത്. പിന്നെ വന്നപ്പോൾ പുതിയ ജനറേഷനിൽ അതൊന്നും പോരാ. ഇവിടെ 24 അതിന് മുകളിലാണ് അടിക്കുന്ന ടൈമായി വന്നപ്പോഴേക്കും പുതിയ ആൾക്കാർക്ക് ഓവർ ടൈം പറക്കുന്ന പ്രാവുകളെയാണ് ഇഷ്ടം. പക്ഷെ നമ്മുടെ ഒരു പഴയ ആൾക്കാരെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ചേട്ടൻ പറഞ്ഞ ആ ഒരു ലെവലിലുള്ള ആൾക്കാരൊക്കെ നോക്കുകയാണെങ്കിൽ അവർക്കിപ്പം പുതിയ ഇത്രയും മണിക്കൂർ പറഞ്ഞില്ലെങ്കിൽ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പറവ, കറക്റ്റ് മെമ്മറി. പ്രാവ് നമ്മൾ വിട്ടു കഴിഞ്ഞാൽ ഒരു മതിലിന്റെ അപ്പുറത്ത് ഇനി ഒരു കൂടിരുന്നാലും നമ്മൾ ഇവിടുന്ന് അവിടെ ഇറങ്ങണം. അതായത് ഒരു മതിലിന്റെ അപ്പുറം ഒരു പറവക്കൂട്, ഇപ്പുറം ഒരു പറവക്കൂട്. എന്നാൽ നമ്മൾ വിടുന്ന പ്രാവ് നമ്മളെ കൂട്ടിലിറങ്ങണം, അപ്പുറത്ത് മാറി ഇറങ്ങരുത്. അതാണ് പഴയ ആൾക്കാർ. ഇന്നും പഴയ ആൾക്കാരുടെ വളർത്തുന്നവര് ഇപ്പോഴും നമ്മുടെ ഒരു പ്രാവിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പറന്ന് ഞാനിപ്പോ ഒരു വീട്ടിൽ വെറുതെ പറത്തിയാൽ പോലും പ്രാവ് തറയിലല്ല ഇറങ്ങുന്നത്. പ്രാവ് പറന്ന് കൂട്ടിലാണ് ഇറങ്ങും. അതാണ് പ്രാവ് തറയിൽ ചവിട്ടത്തില്ല. നമ്മള് പ്രാവിനെ വിടുന്നു. പ്രാവിനെ കൈകൊണ്ട് പറത്തുന്നു. പക്ഷെ ആ പ്രാവ് തിരിച്ചു വന്ന് ഇറങ്ങുന്നത് കൂട്ടിലാണ് ഇറങ്ങുന്നത്. ആ നമ്മൾ പ്രാവിനെ ഇത് കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ പ്രാവിനെ പിടിക്കേണ്ട കാര്യമില്ല. അതിന് കാര്യം ഈ ചിലരൊക്കെ ഇപ്പോഴേക്കും ഒക്കെ ഉള്ള പുതിയ അവനെ അപ്പിട്ട് പിടിക്കുന്നതൊക്കെയാണ്. ഇപ്പോഴത്തെ പഴയ പ്രാവ് അങ്ങനെയല്ല. അത് പറന്ന് അതിന്റെ കൂട് തുറന്നു കൊടുത്താൽ മതി, അത് അതിൽ വന്നാണ് കിളി പറന്ന് കയറുന്ന കണക്ക് അതിന്റെ കൂട്ടിൽ കൃത്യമായി കയറും. നമ്മളതിനെ ക്ഷീണം മാറ്റാനുള്ള പറന്ന് വന്നിറങ്ങിയ ഉടനെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ക്ഷീണം മാറാൻ നമ്മൾ എന്താണോ കൊടുക്കുന്നത്, ഗ്ലൂക്കോസ് എങ്കിൽ ഗ്ലൂക്കോസ് എന്താണ് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തേക്കുന്നത് അത് കൊടുക്കുക. അപ്പൊ ഇപ്പോഴൊക്കെയാണ് ആൾക്കാർ ന്യൂറോബയോണും ഇതൊക്കെ കൊടുക്കുന്നത്. നമ്മുടെ കാലത്ത് അങ്ങനെയല്ല. നമ്മുടെ പണ്ടത്തെ പഴയ കാലത്ത് ഒരു ഗ്ലൂക്കോസ് കൊടുത്ത് അത് കഴിഞ്ഞ് ഒരു 6-7 മണിക്കൂർ കഴിഞ്ഞിട്ട് ആണ് ആഹാരം പോലും ഫുഡ് കൊടുക്കുന്നത്. അപ്പം ഇന്നത്തെ കാലത്തൊക്കെ ആണെങ്കിൽ പിടിച്ച് അടച്ച് അതിന് മെഡിസിൻ എല്ലാം കൊടുത്തൊക്കെയാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ഇത് ഈ പറഞ്ഞില്ലേ, എൻ്റെ കയ്യിലുണ്ട് ഒരു 15 വയസ്സ് മുകളിലുള്ള പ്രാവുകളുണ്ട്, ഇപ്പോഴും കുഞ്ഞു കിട്ടുന്നുണ്ട്. പക്ഷെ അതിന് നമ്മൾ ഈ പറഞ്ഞ കണക്ക് പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ മുട്ടയുടെ വെള്ളയും ഇതൊക്കെ വന്നു കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ ഇത്ര സമയം അതിൻ്റെ കഫത്തിൻ്റെ ഇത് മാറിയ ശേഷം കൊടുക്കും. ഇപ്പോൾ ഇതിൽ പറയാനുള്ളത് ചന്ദ്രവട്ടം പറയും പോലെ ഓരോ പ്രാവിനെ അതിൻ്റെ പറവ കഴിഞ്ഞിട്ട് കാണുന്ന ബോഡി ഫിറ്റ്നസ് അതനുസരിച്ചിട്ടാണ് അവർ ഫുഡുകൾ കൊടുക്കുന്നത്. ഇപ്പോൾ ഏതൊരു വീഡിയോ കണ്ടാലും ഉടനെ നമ്മളിപ്പോൾ അവർ ഇന്ന കൊടുക്കുന്നു നമുക്കും കൊടുക്കണം, അങ്ങനെയല്ല. കൊടുക്കുന്ന പലവിധ ഫുഡുകളും ഉണ്ടാവും. പക്ഷെ അത് എപ്പോൾ എന്തിന് എങ്ങനെ എപ്പോൾ കൊടുക്കണം എന്നുള്ളതിലാണ് കാര്യം. അതാ പറഞ്ഞത്, നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ ഓടിയിട്ട് വന്നാൽ അല്ലെങ്കിൽ ഒരു ജനറൽ ഓഡിറ്റ് വന്നാൽ എന്താണ് നമ്മൾ ചെയ്യുന്ന രീതി തന്നെ അത് തന്നെയാണ് അതിനും കൊടുക്കുന്നത്. അല്ലാതെ അതിന് ക്ഷീണിച്ചിരിക്കുന്ന സാധനത്തിന് ഫുൾ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ശരീരം താങ്ങത്തില്ല. അത് പ്രാവ് നമ്മുടെ ഇതിൽ കേടാവുന്നെന്ന് പറയാം. ഓവർ ഫുഡ് ചില ഇതിനാണെങ്കിൽ നമ്മൾ അതിന്റെ ആഹാരത്തിന്റെ ഇത് നോക്കിയിട്ട് അന്ന് തന്നെ ഫുഡ് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ഗ്ലൂക്കോസ് കൊടുക്കാതെ അത് അടുത്ത ദിവസം ആകുമ്പോഴേ മാത്രമേ അതിന് പ്രാവിനെ കൊത്തി തിന്നാൻ പറ്റുമെങ്കിൽ അത് കാണിക്കും. അതിന്റെ നമ്മൾ അടച്ചാൽ ഹാൻഡ് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് തിരിച്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതായത് അതിന് ആവശ്യമായത് അത് തന്നെ കൊത്തിയെടുത്ത് കഴിക്കും. അതിന് കൊത്തി കഴിക്കാൻ തുടങ്ങുമ്പോൾ മാത്രം കഴിച്ച ശേഷം വേണമെങ്കിൽ അത് നമുക്കത് ഫുഡ് എടുത്തിട്ടില്ല എന്ന് തോന്നുന്നെങ്കിൽ മാത്രം നമ്മൾ ഫുഡ് കൊടുക്കാം. അതും ഡ്രൈ ഫുഡ് കൊടുക്കാതെ കൂത്തതാണ്
കൊടുക്കുന്നത്. നമ്മൾ അതിന് നേരത്തെ മുതലേ അങ്ങനെ തന്നെ ചെയ്യണതല്ലേ? അതാണ് അതിന്റെ അതാണ് നമ്മുടെ ഈ പഴയ ആൾക്കാർ പറഞ്ഞു തന്ന സ്ഥിതിക്ക് ഡ്രൈ ഫുഡ് കൊടുക്കാതെ എന്താണോ കൂത്തിട്ടയ്ക്കുന്നത്, നമ്മൾ അതിനെന്താണോ കൊടുക്കാൻ ചെയ്യുന്നത് അത് കൊടുക്കുക. അത് ക്വാണ്ടിറ്റി എത്രയും കുറച്ച് കൊടുക്കുക. എന്നിട്ട് അത് ദിവസേന മാത്രമേ അതിനെ ക്വാണ്ടിറ്റി കൂട്ടി കൊണ്ടുവരാൻ പാടുള്ളൂ. ഇത് കൊണ്ട് നമുക്ക് അതിന്റെ പ്രാവിനെ പിടിച്ചു നോക്കുമ്പോഴേക്കും വെയിറ്റ് വളരെ ലോസ് ആവും. ക്ഷീണിച്ച് വരുമ്പോഴേക്കും ലോസ് ആവും. പറന്ന് ഉടഞ്ഞു വരുന്ന പ്രാവുകൾ അത് ലോസ് ആവും. അതിനെ നമ്മളത് കൃത്യമായി അത് നിരീക്ഷിക്കണം. ആ നിരീക്ഷിക്കാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പോഴും പ്രാവ് ഞാൻ പറത്താത്തത്. പ്രാവിനെ അങ്ങനെ നമുക്ക് കൃത്യമായി ട്രെയിനിങ് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ, അതിനെ കൃത്യമായി ടേൺ കൊടുത്ത് ഓട്ടിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഇതാണ് പ്രാവ് നശിച്ചു പോകും. അങ്ങനെ വരുമ്പോഴേക്കും ഇതിനൊക്കെ ആഗ്രഹിച്ച് വരുന്നവർക്ക് നമ്മളതൊരു വില നോക്കുകയല്ല, നമ്മൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കും. പക്ഷെ അവരും അതുപോലെ കീപ്പ് ചെയ്ത് നമുക്ക് വെളിയിൽ അങ്ങനെ കൊടുക്കാതെ വംശങ്ങൾ കൊടുക്കാറുണ്ട്. വംശങ്ങൾ വിലയ്ക്ക് കൊടുക്കാറുണ്ട് അവർക്ക്. എന്നാൽ ആ മെയിൻ നമ്മൾ കൊടുക്കുന്ന കുഞ്ഞുങ്ങളെ അവർ കീപ്പ് ചെയ്ത് സൂക്ഷിക്കുന്നു. അവർക്ക് ഇതിന് വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലൈനേജിന് ഫീമെയിലും മെയിലും നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് കൃത്യമായി കൊടുത്തില്ലെങ്കിൽ അവർക്ക് ആ ലൈനേജ് അറിയാൻ പറ്റത്തില്ല. അത് വേറൊരു രീതിയിൽ കലഞ്ഞു പോകുമ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന കണക്ക് മാറി ചവിട്ടാം. നേരത്തെ പറഞ്ഞ കണക്ക് നിങ്ങൾ മിക്സ് ചെയ്ത പ്രാവായതുകൊണ്ട് നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും. ഈ 2 വെള്ള പ്രാവിന് ചിലപ്പോൾ എടുക്കുമ്പോൾ കുഞ്ഞ് കിട്ടുന്നത് 2 വെള്ള തൂവുള്ള പ്രാവായിരിക്കും കിട്ടുന്നത്, കറുത്ത കുഞ്ഞായിരിക്കും. അത് നിങ്ങൾ അതാണ് ഞാൻ നേരത്തെ വീഡിയോയിൽ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മിക്സ് ചെയ്തത് കാര്യം നിങ്ങൾ എല്ലാ ലൈനേജ് പ്രാവായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ചന്ദ്രന്റെ പ്രാവ് ഞാനും കൊണ്ടുപോയിട്ടുണ്ട്. കുഞ്ഞ് തികച്ചും വ്യത്യസ്തമായ കുഞ്ഞുങ്ങളായിരിക്കും വരുന്നത്. കളർ വ്യത്യസ്തമായിരിക്കും. തികച്ചും കളർ വ്യത്യസ്തമായിരിക്കും. അവർ പറയുന്ന ആ ഒരു ലൈനേജിലുള്ള പ്രാവുകൾ, അതായത് ഇന്ന പ്രാവുമായിട്ട് നീ ഇന്ന പ്രാവ് വെച്ച് നോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് നല്ല റിസൾട്ടും ഉണ്ടാവും. ഇനി ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എവിടെ നിന്നെല്ലാം നിങ്ങൾ പ്രാവ് കൊണ്ടുവന്നിട്ടുണ്ട്? ഏതൊക്കെ സ്ഥലത്തുനിന്ന് മെയിൻ? ഞാൻ ആദ്യമെല്ലാം തിരുവനന്തപുരത്ത് നിന്നുള്ള പഴയ ആശാന്മാരുടെ കയ്യിൽ നിന്നാണ് പ്രാവുകളെല്ലാം എടുത്തിട്ടുള്ളത്. അത് ഓരോരുത്തരെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ആൾക്കാർക്ക് അത് അറിയാനും അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിനകത്ത് ഈ പുതിയ പയ്യന്മാർക്കൊന്നും ചിലപ്പോൾ അറിയാൻ പറ്റില്ല. പഴയ ആൾക്കാർക്ക് ഇന്ന് വളർത്തിക്കൊണ്ടിരിക്കുന്നവർക്കെല്ലാം ചേട്ടൻ പറയുന്ന ആൾക്കാരെയൊക്കെ മനസ്സിലാവും. ഇത് ആദ്യം ഞാൻ പറഞ്ഞില്ലേ, ഈ ആശാന്റെ വഴി ഒരു പ്രാവ് കിട്ടണമെന്ന് വിചാരിച്ച് ജാഫർ കാക്ക വഴി ഒരു മെയിൽ കിട്ടി. അതുപോലെ തന്നെ പേട്ട അശോക് ഉണ്ടായിരുന്നു, അവിടെ നിന്ന് ഒരു ഫീമെയിൽ കിട്ടി. പിന്നെ ബാക്കി തമിഴ്നാട്ടിൽ നിന്ന് ഇപ്പോഴും നമ്മൾ ഓരോ പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ആൾക്കാർക്കാണെങ്കിൽ വ്യക്തമായി അറിയാം. തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആണ്. പിന്നെ പ്രാവ് ഓവർ ടൈം കിട്ടാൻ വേണ്ടി വെള്ള വഴി വരണമെന്ന് നമ്മൾ ആഗ്രഹിച്ചപ്പോഴേക്കും തമിഴ്നാട്ടിൽ നിന്ന് പ്രാവ് കിട്ടിയിട്ടുണ്ട്. വെള്ള വഴി അങ്ങനെ കോയമ്പത്തൂർ വഴിയും കൊണ്ടുവന്നിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. മലപ്പുറത്ത് നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ പലയിടത്തുനിന്നായിട്ട് പ്രാവുകൾ കൊണ്ടുവന്ന് ഒരു 10 പ്രാവിനകത്തെ ഉള്ളൂ ആദ്യമേ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നു. ഒരു 5 ആണും 5 ഫീമെയിൽ. അതിനെ ഈ 5 പ്രാവുകളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് കുഞ്ഞുങ്ങൾ, അതിൽ കുഞ്ഞുങ്ങൾ പലർക്കായിട്ട് കൊടുത്തു. അവർ പറത്തി ഇതിന്റെ ജോഡിയൊക്കെയാണ് നല്ല രീതിയിൽ മുന്നേറി നിൽക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് കൊണ്ടുവന്നതിൽ പഴയ ബ്രീഡുകളിൽ തന്നെ മാറ്റി, എന്നിട്ട് നമ്മുടെ ഒരു ഓൺ ബ്രീഡ് ഒഴിവാക്കിയെടുത്തു. അതിൽ നിന്നുള്ള മികച്ചതിനെ നമ്മൾ നിലനിർത്തി നല്ലൊരു ബ്രീഡ്. അതിലെ എല്ലാം ഉണ്ട്. ജാക്ക് വംശമുണ്ട്, ചാമ്പ വംശമുണ്ട്, വെള്ള വംശമുണ്ട്. ഏറ്റവും ഇത് ദാമ്ര വംശമാണ്. എൻ്റെ മെയിൻ ഇത് ചാമ്പയായി മിക്സ് ചെയ്ത് വന്നപ്പോഴേക്ക് അത് അവസാനം ദാമറയിൽ ആണ് ശരിക്കും കൂടുതലും അവസാനം വന്നത്. ദാമറ നിൽക്കുക. ഇതിൻ്റെ ഉള്ളിലെല്ലാം ബാക്കി എല്ലാ ബ്രീഡും മിക്സിംഗ് ഉണ്ട്. അതിലാണ് ശരിക്കും ഇപ്പോൾ ഈ പറഞ്ഞ ചെമ്പുള്ളി കയറി വരുന്ന വംശങ്ങൾ.
അതിൽ തന്നെ മിക്സ് ചെയ്ത് ഇപ്പൊ ജാക്കിലെ കുഞ്ഞെടുത്താൽ ജാക്കിൽ പറവയുണ്ട്, വെള്ളയിലെടുത്താൽ വെള്ളയിൽ പറവയുണ്ട്, ചാമ്പയിലെടുത്താൽ ചാമ്പയിൽ പറവയുണ്ട്, പുള്ളിയിലെടുത്താൽ പുള്ളിയിൽ. ഏതൊക്കെ വംശമുണ്ടോ ഈ വംശങ്ങളെല്ലാം ഇതിൽ നിന്ന് തന്നെ. പിന്നൊരു കാര്യം, ജാക്കാണ്, കറുപ്പാണ് ഇതിന് അടിസ്ഥാന വർഗം പ്രാവ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് പറവയില് അടിസ്ഥാന വർഗം എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ അതിന്റെ താഴെയാണ് നിൽക്കുള്ളൂ. അക്കാരണത്താലാണ് കോയമ്പത്തൂർ വഴി വരുന്ന ലൈനേജിലാണ് നമുക്ക് ജാക്കിന്റെ പറവ. പക്ഷെ ഒരു കാര്യം പറയാം, അത് ശരിയോ തെറ്റോ എന്നറിയത്തില്ല, പറവയുണ്ട്, അറിവില്ല. അസാധ്യ പറവ ഇല്ല. അത് തന്നെ ഈ ജാക്ക് വംശത്തില് ഞാൻ മനസ്സിലാക്കിയ എന്റെ ചിലപ്പോ ബാക്കിയുള്ളവരെ നിരസിക്കാം, അധികമായി എന്റെ അനുഭവത്തില് ഞാൻ ജാക്കിനെ ഞാൻ പറഞ്ഞില്ലേ, ആദ്യം ക്രോസ് ചെയ്തപ്പോഴേക്കും ജാക്കില് പറവയുണ്ട്, പ്രാവ് ഇറങ്ങുന്നില്ല. ഓവർ ടൈം പറന്ന് പ്രാവ് 10-30 പറവ പറന്ന് ചിട്ടയെ പറന്ന പ്രാവാണ്, മിസ്സാവും. അങ്ങനെ ആണ് ഇതില് ജാക്കില് ചാമ്പയെ കയറ്റി മിക്സ് ചെയ്ത് അതിൽ വെള്ളം മിക്സ് ചെയ്ത് പിന്നെ ഉടച്ചപ്പോഴേക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന കണക്ക് അപ്പുറം അറിവുമുണ്ട്, പറവയുണ്ട്. അത് ഈ ചാമ്പ കൂടുതലും മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. തീർച്ചയായിട്ടും ചാമ്പലൈൻ പ്രാവുകളെല്ലാം പിന്നെ പറയാനുള്ള കാര്യം അറിവുണ്ട്. പക്ഷെ ഇതാണ് അതിന്റെ സത്യമായ കാര്യം. അതൊരു 13 മണിക്കൂർ വരെയൊക്കെ അതിന്റെ തനി ബ്രീഡ് തനി ഉള്ള ഇത് ഇത്രയൊക്കെയാണ് എനിക്ക്. ഇനി ഒരു കാര്യം ചോദിക്കുന്നത്, വെള്ളയിലോട്ട് നിങ്ങൾ ഈ ഓൾഡ് ലൈനേജ് ചാമ്പവർഗം പ്രാവിനെ ചേട്ടൻ വെള്ളയിലോട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ പറവ കൂട്ടാനായിട്ട് മിക്സ് ചെയ്തെന്ന് വെച്ചോളൂ. അപ്പോൾ അതിന് ശേഷം ഈ നൈറ്റ് ഉള്ള പറവ എങ്ങനെ കിട്ടുന്നുണ്ട്? ഈ ചാമ്പവർഗം പറക്കുന്നതിനേക്കാളും വ്യത്യാസമായിട്ട് നൈറ്റിലോട്ട് കയറാൻ. അതിനാണ് ഞാൻ നാഗർകോവിലിൽ നിന്നും കൊണ്ടുവന്നിട്ടുണ്ട്, തേങ്ങാപ്പട്ടണം അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. കൊറണ്ടി വഴി എന്ന് പറഞ്ഞ കൊറണ്ടി വംശം എന്ന് വെച്ചാൽ പ്രാവ് ഷോർട്ട് പ്രാവാണ്, നീളം കുറവാണ്. ഞാൻ ആ ലൈനേജ് പ്രാവ് ഇതിൽ കാണിക്കാം. കൊറണ്ടി വംശം ആ പ്രാവ് ആണ്. അതിലാണ് പച്ചക്കണ്ണ് ലൈനേജ് എനിക്ക് തുടക്കം കിട്ടുന്നത്. ഇവ സജീവ് അത് എടുത്ത് ചോദിച്ചപ്പോഴാണ് എങ്ങനെ ആ പച്ചക്കണ്ണ് വംശം വന്നു എന്ന് പറയണം. തീർച്ചയായിട്ടും പറയാം. അതിന് നമ്മുടെ പഴയ കാലഘട്ടങ്ങളിൽ പോലും നമുക്ക് ഇന്നൊക്കെയാണ് പയ്യന്മാര് ഹാലജൻ വെച്ച് ലൈറ്റ് വെക്കുന്നത്. പക്ഷേ നമുക്ക് ഈ പഴയ കാലത്ത് ഈ പച്ചക്കണ്ണ് ലൈനേജിന് അല്ലെങ്കിൽ ഈ കൊറണ്ടി വംശത്തിന് ലൈറ്റ് വേണ്ട. നമുക്ക് ഫോക്കസ് നമുക്ക് പ്രാവ്. അങ്ങനെയാണ് ഇത് കടപ്പുറം ഈ തേങ്ങാപ്പട്ടണം എന്ന് പറയുന്നത് ഹാർബർ ഏരിയ. ഏറ്റവും കൂടുതൽ പ്രാവ് പറക്കുന്നത് കടലിലാണ്. കടലിലാണ് പ്രാവ് പറക്കുന്നത്. അതിന് രാത്രി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ സന്തോഷമാണ് പറന്ന് അതിന് നിൽക്കാൻ. കടൽ കാറ്റും കിട്ടും. ഈ വംശത്തിന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഐസൈൻ മണൽ വാരിയിട്ടതുപോലെ മണൽത്തരി പോലെയുള്ള കണ്ണാണ്. അതിനെയാണ് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, അതിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് പ്രാവുകൾ തമിഴ്നാട്ടിൽ നിന്ന് വന്നതിൽ ഈ ലൈനേജ് കൊറണ്ടി വംശം എന്റെ കയ്യിൽ ഇപ്പോഴും ഉള്ളത്. വെള്ളയിലുള്ളതിലൊക്കെ കൂടുതലും ഷോർട്ട് പ്രാവാണ്. അതുമായിട്ട് മിക്സ് ചെയ്തെടുത്ത പഴയ ലൈനേജ് അതിൽ ഞാൻ അത് വീഡിയോയിൽ ഇപ്പോഴേക്കും പറഞ്ഞ കണക്ക് ആ വംശത്തിലുള്ള പ്രാവും അതിന്റെ കണ്ണും ഇതിനകത്ത് കാണിക്കാം. അത് മനസ്സിലാവും. ഇപ്പോഴേക്കും ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണെല്ലാം തമിഴ്നാട് ലൈനേജ് കണ്ണായി മാറി. കണ്ണെല്ലാം പ്രാവിന്റെ കണ്ണും തമിഴ്നാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറവ ലൈനേജ് ആയി എന്ന് നമുക്ക് ഉറപ്പിച്ചു. നമുക്ക് പ്രാവ് സെറ്റ് ചെയ്ത് പിന്നെ അതിന്റെ വഴി അനുസരിച്ച് സെറ്റ് ചെയ്ത് എടുത്താൽ മാത്രം മതി. അപ്പൊ അതുകൊണ്ട്
കുഞ്ഞുങ്ങളും അതുപോലെ റിസൾട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ പ്രാവുകൾ കുഞ്ഞ് എടുത്തിട്ട് അത് പറവയില്ല എന്നും അത് പറന്നിറങ്ങുന്നില്ല എന്നും ഉള്ള ഒരു പരാതി ചിലപ്പോൾ ടൈം ചിലപ്പോൾ കുറവായിരിക്കാം. പക്ഷെ പ്രാവ് പറന്ന് അവരുടെ വീട്ടിൽ തന്നെ ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അവരുടെ പ്രാവുമായിട്ട് നമ്മൾ പറഞ്ഞ് ഇന്ന ലൈനേജ്, അതിന് ഇന്ന ലൈനേജ് ഇട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നിങ്ങളുടെ ഏത് പ്രാവാണ് നിങ്ങൾ അതിൽ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതിപ്പോൾ അവർക്ക് ഇപ്പോൾ എനിക്ക് ഞാൻ പറത്തിയില്ല എന്ന് പറഞ്ഞ് എനിക്കൊരു സങ്കടമൊന്നുമില്ല. നമ്മൾ പ്രാവുകൾ എവിടെയെങ്കിലും അത് പറക്കണം എന്നുള്ള ആഗ്രഹമാണ് അവര്. അല്ലെങ്കിൽ അവർ കാശ് കൊടുത്ത് കൊണ്ടുപോയാൽ അവർക്കത് ഉപകാരപ്പെടണം. അവർക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിൽ ഞാൻ അതിന് പ്രായച്ചിത്തം ആയിട്ട് അവർക്ക് വേറെ സാധനം അവർക്ക് കൊടുക്കും. അവർക്ക് അവരിപ്പോൾ ഇത്ര രൂപ പറഞ്ഞു അവർ വാങ്ങിക്കൊണ്ട് പോയി. അവർക്കത് ഉപകാരപ്പെട്ടില്ലെങ്കിൽ നമ്മൾ അടുത്ത അതിനെക്കാട്ടി മുന്നിൽ നിൽക്കുന്ന നല്ല മേൽക്കോയ്മയുള്ള സാധനം അവർക്ക് നമ്മൾ കൊടുക്കും. അതാണ്, അല്ലാതെ നമ്മളൊരു കാശിന് വേണ്ടി അല്ല ചെയ്യുന്നത്. ഇനി ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രാവ് ചേട്ടൻ സെറ്റ് ചെയ്യുന്ന എന്തൊക്കെ നോക്കി സെറ്റ് ചെയ്യും? ഒരിപ്പം ബോഡി ലാംഗ്വേജ് ഓരോരുത്തരും ഓരോ രീതി. ചേട്ടൻ സെറ്റ് ചെയ്യുന്ന എന്തൊക്കെ നോക്കി? ഐസൈന് മുതൽ വാല് വരെ, അല്ലെങ്കിൽ കാല് വരെ, അല്ലെങ്കിൽ എന്ത് വരെ, എങ്ങനെയെല്ലാം. അതായത് ഇപ്പോൾ ഒറിജിനൽ ലൈനേജ് ആയിരിക്കാം, എന്നാലും ഇപ്പോൾ നല്ല 2 ബ്ലഡ് ലൈനുകൾ നല്ലതാണെങ്കിലും ചില കാര്യങ്ങൾ നോക്കാറുണ്ട് അല്ലേ? അങ്ങനെ നോക്കിയാണ് സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തൊക്കെ മെയിനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളെ നമുക്ക്